വീണ്ടും നിക്ഷേപകരുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് ഹിൻഡൻബർഗ്. ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പ് ഓഹരി വിലയിൽ കൃത്രിമത്വം നടത്തി എന്ന ആരോപണം ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിക്കുന്നത്. തൊട്ടുപിന്നാലെ അദാനി ഓഹരികൾ വലിയ തകർച്ചയും നേരിട്ടു. അന്ന് സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും അദാനി ഗ്രൂപ്പ് കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് പുതിയ ആരോപണങ്ങൾ കൂരമ്പായി ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത്. അദാനിക്കെതിരായ നാൾവഴികൾ പരിശോധിച്ചാൽ അദാനിക്കെതിരെ ഹിൻഡൻബർഗ് മാത്രമല്ല, പ്രശസ്ത മാധ്യമ പ്രവർത്തകയായ സുജേത ദലാലും നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു എന്ന് കാണാം. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ പേരോ മറ്റൊരു സൂചനയോ ഒന്നും വെളിപ്പെടുത്തിയിരുന്നില്ല എങ്കിലും അദാനി ഗ്രൂപ്പിലേക്കും ഗൗതം അദാനിയിലേക്കുമാണ് ആ ആരോപണങ്ങൾ കൃത്യമായി ചെന്നു പതിച്ചത്. The stock market is witnessing yet another scam എന്നാണ് 2021 ജൂണിൽ അവർ വെളിപ്പെടുത്തിയത്. അതായത് ഹിൻഡൻബർഗിനും മുൻപേ അദാനി സ്റ്റോക്ക് മാർക്കറ്റിൽ കൃത്രിമ വില വർധനവ് ഉണ്ടാക്കുന്നുണ്ട് എന്ന കൃത്യമായ വെളിപ്പെടുത്തൽ. ഹർഷത് മേത്തയുടെ ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന സുചേത പേരെടുത്തു പറയാതെ അദാനി സ്റ്റോക്ക് പ്രൈസ് മാനിപ്പുലേഷൻ ചെയ്യുന്നതായി ട്വീറ്റ് ചെയ്തതോടെ അന്നും ഗ്രൂപ്പിനെതിരെ കോളിളക്കം സൃഷ്ടിച്ചു. തുടർന്ന് അദാനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായത്. സുചേതയും പങ്കാളി ദേബാശിഷ് ബസുവും നടത്തുന്ന മണി ലൈഫ് എന്ന ഓൺലൈൻ ഫൈനാൻഷ്യൽ പോർട്ടലിൽ ഇരുവരും എഴുതിയ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ അദാനി ഗ്രീൻ എനർജി ഉൾപ്പെടെ നാളിതുവരെ 5000% നേട്ടം നൽകിയതിന് പിന്നിൽ എന്തുകൊണ്ട് ഒരു തെറ്റും സെബിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നും കുതിക്കുന്ന പല അദാനി ഓഹരികളുടെ വാല്യുവേഷനിലും കൃത്രിമത്വം ഉണ്ടെന്നും ആരോപിക്കപ്പെട്ടു. അദാനിയുടെ ഓഹരികൾ ശരിയായ വാല്യുവേഷനിലാണെങ്കിൽ ഗൗതം അദാനിയുടെ ഏറ്റവും ഉയർന്ന ആസ്തി ഏതാനും $1 ബില്യൺ മാത്രമായിരിക്കുമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇതിന്റെ ഫലം അദാനി ഓഹരികളിൽ 20% വരെ ഇടിവിന് കാരണമായി. അന്നത്തെ ഇടിവ് നോക്കിയാൽ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഇടിവ് 15.14%, അദാനി പവർ ഇടിഞ്ഞത് 17.8%, എന്റർപ്രൈസസ് 6.97%, അദാനി ട്രാൻസ്മിഷൻ 16.22%, അദാനി ഗ്രീൻ എനർജി 5.23%, അദാനി ടോട്ടൽ ഗ്യാസ് ഇടിഞ്ഞതാകട്ടെ 17.31%. പിന്നീട് 2 വർഷങ്ങൾക്കിപ്പുറം ഹിൻഡൻബർഗും അദാനി ഗ്രൂപ്പിനെ തളർത്തിയത് വലിയ രീതിയിലാണ്. കൃത്യമായി പറഞ്ഞാൽ 2023 ജനുവരിയിൽ അമേരിക്കൻ ഷോർട്ട് സെല്ലർ കമ്പനിയായ ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അദാനി കുടുംബത്തിലെ അംഗങ്ങളുടെ വിവിധ കമ്പനികൾ ചേർന്ന് ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ഷെയർ മാർക്കറ്റിലെ പ്രൈസ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു എന്നും ഇതിനെ തുടർന്ന് കമ്പനികളുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ മൂല്യം ഇടിയുകയും ഇന്ത്യൻ പാർലമെന്റിൽ വരെ വലിയ ബഹളങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെയും BJPയുടെയും പിന്തുണ അദാനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയപ്പെട്ടു. റിപ്പോർട്ടിനെതിരെ അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചത് 413 പേജ് വരുന്ന ഒരു ബദൽ റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഇതിന് വീണ്ടും മറുപടി എന്നോണം ഹിൻഡൻബർഗിന്റെ തലവൻ നാഥൻ ആൻഡേഴ്സൺ ഒരു റിപ്പോർട്ട് കൂടി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വിഷയത്തിൽ സുപ്രീം കോടതി ഒരു വിദഗ്ധ സമിതിയെ കാര്യങ്ങൾ പഠിക്കാനും വിശദമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കാനും നിയോഗിച്ചു. ഈ വിദഗ്ധ സമിതി മെയ് 6, 2023 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സെബി പ്രസ്തുത വിഷയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ തന്നെ ആഗോളതലത്തിലുള്ള പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ട്സ് അദാനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് രംഗത്തെത്തിയത്. ഓഹരികളിൽ കൃത്രിമം കാട്ടിയാണ് അദാനി ഗ്രൂപ്പ് വിപണി മൂല്യം പെരുപ്പിച്ചു കാട്ടിയിരിക്കുന്നത് എന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ശരിവെക്കുന്നതായിരുന്നു ഈ തെളിവുകൾ. അദാനി വിഷയത്തിലെ ഇവരുടെ കണ്ടെത്തലുകൾ ശരിയാകാൻ സാധ്യതയുണ്ട് എന്ന് ബ്രിട്ടീഷ് പത്രമായ ദ ഗാർഡിയനും വാർത്ത റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ തലങ്ങും വിലങ്ങും അദാനി ഓഹരികൾക്ക് മേൽ ആരോപണങ്ങൾ കൂരമ്പായി വന്നു പതിച്ചു. ഹിൻഡൻബർഗ് വിഷയത്തിന് പിന്നാലെ ഓഹരികൾ തകർന്നടിഞ്ഞപ്പോൾ ആ തകർച്ചയുടെ ആഘാതം പരിശോധിച്ചാൽ 83% വരെയാണ് എന്ന് കാണാം. ഇടിവ് നോക്കുമ്പോൾ അദാനി എന്റർപ്രൈസസ് 70.31%, അദാനി പോർട്സ് ആൻഡ് സെസ് ഇടിഞ്ഞത് 48.75%, അദാനി പവർ 52.27%, അദാനി ട്രാൻസ്മിഷൻ ഇടിവ് 77.12%, അദാനി ഗ്രീൻ എനർജി 77.44%, ടോട്ടൽ ഗ്യാസിന്റെ ഇടിവാകട്ടെ 83.75% വരെ, അദാനി വിൽമർ 43.04%. അങ്ങനെ നീളുന്നു ലിസ്റ്റ്. നിലവിൽ സെബിക്കെതിരെയും ഹിൻഡൻബർഗ് കടന്നാക്രമിക്കുമ്പോൾ ആരോപണങ്ങളുടെ വ്യാപ്തി ഏറുകയാണ്. അദാനിയുമായി ബന്ധമുള്ള വിദേശ കമ്പനികളിൽ
സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ച്, ഭർത്താവ് ധവാൽ ബുച്ച് എന്നിവർക്ക് രഹസ്യമായ ഓഹരി നിക്ഷേപമുണ്ടെന്നാണ് ഹിൻഡൻബർഗ് ആരോപിക്കുന്നത്. എന്നാൽ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് അദാനി ഗ്രൂപ്പും മാധബി പുരി ബുച്ചും ചെയ്തത്. ഗ്രൂപ്പിനെതിരായ അന്വേഷണത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന് സെബി വ്യക്തമാക്കി. 24 ആക്ഷേപങ്ങളിൽ 23 അന്വേഷിച്ചു. ബാക്കിയുള്ള ഒരെണ്ണത്തിൽ കൂടി നടപടി ഉടൻ പൂർത്തിയാക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി അദാനി ഗ്രൂപ്പിന് നോട്ടീസ് നൽകുകയും മൊഴിയെടുക്കുകയും ചെയ്തു എന്നും സെബി പ്രതികരിച്ചിട്ടുണ്ട്. വിഷയത്തിന് പിന്നാലെയുള്ള ആദ്യ ട്രേഡിംഗ് ഡേയിൽ തന്നെ ഗ്രൂപ്പ് ഓഹരികളിൽ വിൽപ്പനാ സമ്മർദ്ദം രൂക്ഷമായി. അദാനി ഗ്രൂപ്പ് ഓഹരികൾ 7% വരെ നഷ്ടം നേരിട്ടു. ഇതോടെ നിക്ഷേപകർക്ക് നഷ്ടമായതാകട്ടെ 53,000 കോടി രൂപയും. അദാനി ഗ്രൂപ്പിന്റെ 10 ഓഹരികളുടെ വിപണി മൂല്യം 16.7 ലക്ഷം കോടിയായും കുറഞ്ഞു. പലതരത്തിലുള്ള അലിഗേഷൻസും ഉയർന്നു വന്നപ്പോഴും അവയൊക്കെ ദുരുദ്ദേശപരമാണെന്നും ഗ്രൂപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്നവയാണെന്നും ഗൗതം അദാനി പലതവണ പ്രതികരിച്ചു. ഇതിന് പിന്നാലെ സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി അദാനി ഗ്രൂപ്പിന് ക്ലീൻ ചിറ്റ് നൽകുകയും സെബിയുടെ ഭാഗത്തു നിന്ന് പരാജയം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഇതോടെ ഓഹരികളും കുതിച്ചു. തകർന്നടിഞ്ഞ ഇടത്തു നിന്നും ഏകദേശം 1.5 വർഷം കൊണ്ട് ലിസ്റ്റഡ് സ്പേസിലുള്ള 10 ഓഹരികളും 30 മുതൽ 400% വരെയാണ് തിരിച്ചു കയറിയത്. കൂടാതെ രാജീവ് ജെയിന്റെ നേതൃത്വത്തിലുള്ള GQG പാർട്ട്നേഴ്സും ഗ്രൂപ്പിന്റെ രക്ഷകരായെത്തി. പിന്നീട് കണ്ടത് അദാനി ഓഹരികളുടെ ജൈത്രയാത്രയാണ്. ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ നിക്ഷേപക വികാരം എത്രത്തോളമാകുമെന്നതാണ് വിപണി ഉറ്റുനോക്കുന്നത്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ സെബിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരിക്കുകയാണ്. സംയുക്ത പാർലമെന്ററി അന്വേഷണത്തോട് സർക്കാർ ഇതുവരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്ന് വ്യക്തമായെന്നും രാഹുൽ പറഞ്ഞു. ഒപ്പം നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടാൽ ആരുത്തരം പറയുമെന്ന കൃത്യമായ ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ സുപ്രീം കോടതി സ്വമേധയാ ഇടപെടുമോ എന്നും രാഹുൽ ചോദിച്ചു. സ്വാഭാവികമായും മാർക്കറ്റ് റെഗുലേറ്ററായ സെബിക്കെതിരെ കൂടി ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഇനിയുള്ള നടപടികൾ എങ്ങനെയാകും? സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും സെബിക്കെതിരെ എന്ത് നീക്കമാണ് ഉണ്ടാവുക? ഓഹരി വിപണി ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? വിവാദങ്ങൾ തുടർക്കഥയാകുമ്പോൾ അദാനി ഗ്രൂപ്പ് അതിനെ എങ്ങനെയാകും നേരിടുക? ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരമാണ് നിക്ഷേപകർ തിരയുന്നത്.